CB350യുടെ സക്സസിന് ശേഷം ഹോണ്ട അവതരിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ ഹോണ്ട CB500. അതായത് 501cc എഞ്ചിനോട് കൂടിയിട്ട് വരുന്ന ഒരു റെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിളാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വണ്ടിയിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ്, വണ്ടി എങ്ങനെ കാണാനുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് അടുത്ത് കാണാം. വണ്ടി മെയിനായിട്ട് 3 വേരിയൻസിലാണ് വരുന്നത്. അലോയ് വീല്, അതുപോലെ തന്നെ സ്പോക്ക് ട്യൂബ്ലെസ് വിത്ത് ഗ്രാഫിക്സ്, അതുപോലെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 5 കളേഴ്സിലാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. വണ്ടി മൊത്തത്തിൽ കാണാനായിട്ട് കണ്ടില്ലേ, നല്ല ഒരു മോഡേൺ റെട്രോ ലുക്കിലാണ് വന്നിരിക്കുന്നത്. 350 പോലെയൊക്കെ തന്നെ നമുക്ക് ദൂരം തോന്നുമെങ്കിലും അടുത്ത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ടെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് ഒരു LED ഹെഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, 350 കാണുന്ന പോലെയുള്ള LED ഹെഡ് ലാമ്പാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ടെലസ്കോപ്പിക് ഫോർക്ക് കാണാൻ സാധിക്കും. പിന്നെ വരുന്നത് 19 ഇഞ്ച് ട്യൂബ്ലെസ് സ്പോക്ക് വീലാണ് ഈ ഒരു വേരിയൻറ്റിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു ഡിസ്ക് ബ്രേക്ക് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. ട്യൂബ്ലെസ് സ്പോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചറായി കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ആ ഒരു റെട്രോ ലുക്കും വണ്ടിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. അതിന് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ 501cc സിംഗിൾ സിലിണ്ടർ എയർ ആൻഡ് ഓയിൽ കൂളായിട്ടുള്ളൊരു എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ്, അതുപോലെ തന്നെ ഹോണ്ടയുടെ സെലക്റ്റബിൾ ടോർക്ക് കൺട്രോൾ എന്നുള്ള ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഇതിൽ വന്നിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഒരു ക്വിൽറ്റഡ് സീറ്റാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വൈഡ്നെസ്സും അതുപോലെ തന്നെ നല്ല കുഷനിങ്ങും ഒക്കെ നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഓടിക്കും എന്നുള്ളത് അറിയത്തില്ല, ബട്ട് കാണാനായിട്ട് അത്യാവശ്യം നല്ല ആ ഒരു ഡിസൈനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് ആ ഒരു സീറ്റ് ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ ആ ഒരു ടാങ്കിൻ്റെ ഡിസൈനൊക്കെ തന്നെ കണ്ടില്ല, അത്യാവശ്യം നൈസാണ് കാണാനായിട്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പ്രോപ്പർ CB ഡിസൈൻ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ഓൾ LED ലൈറ്റ് സെറ്റപ്പാണ്. നമ്മുടെ ടെയിൽ ലാമ്പ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഹെഡ് ലാമ്പ് എല്ലാം തന്നെ LED വന്നിരിക്കുന്നത്. മീറ്റർ കൺസോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്ലാസിക് ലുക്കിംഗ് ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ഡിജിറ്റൽ പോർഷൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ ഇതിൽ കാണാം. അതുപോലെ തന്നെ സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാം. ചുറ്റിനും ഒരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ ടേപ്പേഡ് ഹാൻഡിൽ ബാറാണ്, അതും സിൽവർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ടിപ്പിക്കൽ ഹോണ്ട CB മോട്ടോർ സൈക്കിൾസിന് കാണുന്ന അതേ ഡിസൈനും അതേ സ്വിച്ച് ഗിയേഴ്സും ഒക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഷോർട്ട് ടൈപ്പ് ഹാൻഡിൽ ബാറാണ്, പക്ഷേ നല്ലൊരു കമാൻഡിങ് സീറ്റിംഗ് പോസ്റ്റർ തരാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കണ്ടില്ലേ, ക്രോം ഫിനിഷിലുള്ള റിയർ വ്യൂ മിറേഴ്സ് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. റൗണ്ട് ബുള്ളറ്റ് ടൈപ്പ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ കാണാൻ സാധിക്കും. ടാങ്കിൽ ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. വളരെ മിനിമൽ ബാഡ്ജിങ് ഡിസൈനുമാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കളർ സ്കീമിൽ, ഈ ഒരു സിൽവർ കളർ സ്കീമിൽ ഇവിടെ CB500 എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. ഗ്യാസ് ചാർജ്ഡ് ആയിട്ടുള്ള ട്വിൻ റെയർ ഷോക്ക് അബ്സോർവേഴ്സ് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റൈഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു സസ്പെൻഷൻ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ബാക്ക് ടയറിലേക്ക് വരാനുണ്ടെങ്കിൽ 150 സെഷൻ്റെ ബാക്ക് ടയറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ അലോയ് വീൽ വേരിയൻറ്റും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ആ ഒരു സിൽവർ കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് കളർ കാണാൻ സാധിക്കും. അതിനപ്പുറത്ത് കണ്ടില്ലേ, അവിടെ ഗ്രേ കളറുണ്ട്. അതുപോലെ അവിടെ ഒരു മെറൂൺ കളർ, ഇവിടെ ഒരു പ്യുവർ ബ്ലാക്ക് കളർ. ഇത്രയുമാണ് കളർ സ്കീംസ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇനി ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിസിൻ്റെ ബ്രേക്ക് കാലിപ്പേഴ്സ് ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതും ഇത് എനിക്ക് തോന്നുന്നു 3 പോർട്ട് ഉണ്ടെന്നാണ് ഇതിൻ്റെ സൈസ് കണ്ടിട്ട് തോന്നുന്നത്. ഡുവൽ ചാനൽ ABS ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അധികം ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് അങ്ങനെ ഹോണ്ട റിവീൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 350 സിമിലർ ആയിട്ടൊക്കെ തന്നെയാണ് ആ സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ വരുന്നത്. എഞ്ചിൻ്റെ ആ ഒരു ഓയിൽ കൂളിങ്ങിൻ്റെ റേഡിയേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. എഞ്ചിൽ ഒരുപാട് ഫിൻസ് കാണാൻ സാധിക്കും, ബിക്കോസ് ഇറ്റ്സ് എ ഓയിൽ ആൻഡ് എയർ കൂൾഡ് എഞ്ചിൻ. 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. അതുപോലെ ഒരു പുതിയ എക്സോസ്റ്റിൻ്റെ ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര എലഗൻ്റ് ആയിട്ട് നല്ല ഷൈനി ആയിട്ട് ആ ഒരു പ്രോപ്പർ ക്ലാസിക് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്കാണ് അതും വന്നിരിക്കുന്നത്. വണ്ടി റിവീൽ ചെയ്തെങ്കിലും ഹോണ്ട ഇതുവരെ ഇതിൻ്റെ പ്രൈസ് റിവീൽ ചെയ്തിട്ടില്ല. സോ എത്ര രൂപയായിരിക്കും നിങ്ങൾ ഈ ഒരു വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരു 3 ലക്ഷം രൂപയ്ക്കുള്ളിലാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നൈസ് ഒരു ഡീൽ തന്നെയായിരിക്കും ഒരു വാഹനം. കാരണം നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു സ്മൂത്ത് എഞ്ചിനും നല്ല പ്ലഷ് ആയിട്ടുള്ള ഒരു റൈഡ് ക്വാളിറ്റിയും നല്ല കമാൻഡിങ് ആയിട്ടുള്ള ഒരു റൈഡിങ് പൊസിഷനും ഒക്കെ ആയിരിക്കും ഈ ഒരു വണ്ടിയിൽ കിട്ടാൻ പോകുന്നത്. എന്തായാലും ഇത് ഓടിക്കാനായിട്ട് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ മാർക്കറ്റിലെത്തി നമ്മുടെ ഷോറൂംസിൽ എത്തിയിട്ട് നമുക്ക് ട്രഷേഡും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെ പറ്റി തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഹോണ്ടയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു വലിയ ലോഞ്ച് ഇവൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. 10 വണ്ടികളാണ് അവരിപ്പോൾ ഷോക്കേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലോഞ്ചിൽ. അപ്പം ബാക്കി വണ്ടികളും ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതൊക്കെ കാണാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഹോണ്ട CB350 ഫാനായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയുക 350 എടുക്കാൻ വരട്ടെ, 500 വരുന്നുണ്ട്, അതും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാൻ.